Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ആലുവയിൽ തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകുന്ന നടപടികൾ ആരംഭിച്ചു. KSRTC ബസ് സ്റ്റാൻഡിൽ വഴിയാത്രക്കാരെ കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വാക്സിനേഷൻ ആരംഭിച്ചത്. ആദ്യ ദിവസം 43 നായ്ക്കളെ പിടികൂടി കുത്തിവെച്ച് 2 ദിവസം നിരീക്ഷിക്കും. കുത്തിവെപ്പ് നൽകിയ നായ്ക്കൾക്കൊന്നും പേവിഷബാധ ലക്ഷണങ്ങളില്ല. ആലുവ മൃഗാശുപത്രി ഡോക്ടർ പ്രിയ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ വിജിത അരുൺ, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഖിൽ, ജിഷ്ണു, അനുലക്ഷ്മി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് നഗരസഭാ പ്രദേശത്ത് പരിശോധന നടത്തിയത്. നായ്കളെ പിടിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ 4 പേരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ആലുവ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് 4 ദിവസമായാണ് ക്യാമ്പ് നടക്കുന്നത്. ആലുവ നഗരസഭയിൽ KSRTC സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് പേർക്ക് ഡോഗ് ബൈറ്റ് സംഭവിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ആലുവ നഗരസഭയും മൃഗസംരക്ഷണ വകുപ്പും കൂടി ആലുവ നഗരത്തിലുള്ള എല്ലാ സ്റ്റേ ഡോഗ്സിനും ആന്റി റാബിസ് വാക്സിനേഷൻ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലുവ നഗരസഭയിൽ ഇപ്പോൾ ഉദ്ദേശം 23 ഡോഗ്സിന് നമ്മൾ വാക്സിനേഷൻ നൽകി. ഇപ്പോൾ ഇവിടുത്തെ കണക്കും കൂടി എടുക്കുന്നുള്ളൂ. ഉദ്ദേശം ഒരു 30 ഡോഗ്സിന് ഇപ്പം വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 ദിവസത്തെ ക്യാമ്പായിട്ടാണ് നടത്തുന്നത്. ആലുവ നഗരസഭയിലുള്ള എല്ലാ സ്റ്റേ ഡോഗ്സിനും നമ്മൾ വാക്സിനേഷൻ നൽകുന്നതാണ്.